ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ശനിയാഴ്ച മാർച്ച് 2 2024 ഓരോ മണിക്കൂറിന്റെ 2 ട്രേഡിംഗ് സെഷനായി ഒരു സ്പെഷ്യൽ ട്രേഡിംഗ് ഡേ ആയിരുന്നു കഴിഞ്ഞു പോയത്. അപ്പോൾ ചെറിയ മൂവ്മെന്റുകളാണ് തന്നിട്ടുള്ളത്. എങ്കിലും എന്താണ് ഓരോ ഇൻഡെക്സിലും സംഭവിച്ചിട്ടുള്ളത്, നാളത്തേക്ക് നമുക്ക് തിങ്കളാഴ്ചത്തേക്ക് എങ്ങനെ നമ്മുടെ ട്രേഡ് പ്ലാൻ ചെയ്യാൻ കഴിയും എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമായി നിഫ്റ്റി തന്നെ നമുക്ക് നോക്കാം. നിഫ്റ്റിയിൽ ഈ സ്പെഷ്യൽ ട്രേഡിംഗ് ഡേയിൽ ശനിയാഴ്ച നൽകിയ മൂവ്മെന്റ് ആകെ 52 പോയിന്റിൻ്റെതാണ്. വെള്ളിയാഴ്ചത്തെ നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ലെവലുകൾ ഏകദേശം എല്ലാം തന്നെ ഈ പറഞ്ഞ സെക്ഷനിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഉയരം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ 52 പോയിന്റ് ട്രേഡിംഗ് തന്നപ്പോൾ നമ്മൾക്ക് പ്രധാനമായ റെസിസ്റ്റൻസ് മൺഡേയിൽ ലഭിക്കാവുന്നത് അതുവരെ ലഭിച്ച ഉയരമാണ്. അതൊരു ഓൾ ടൈം ഹൈ തന്നെയാണ്. 22,420 എന്ന ലെവലിൽ ഞാൻ തിക്ക് ലൈനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ ലോ ആണ് 22,366 എന്നത്, അതും തിക്ക് ലൈനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ദിവസം ട്രേഡിംഗ് ഡേയിൽ ഓപ്പൺ ആവുമ്പോൾ മാർക്കറ്റ് ഈ ഏരിയയിൽ തന്നെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകി ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്പോഴ് ഡയറക്ഷനാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതുവരെ നൽകിയ ലോയോ ഈ സപ്പോർട്ട് സോണോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്പോഴ് ഡയറക്ഷൻ തന്നെ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത് 22,420 എന്ന കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ഹൈ തന്നെയാണ്. അതിനു മുകളിൽ വീണ്ടും ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് ലഭിച്ചേക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകളാണ് 22,439, 450 എന്ന ലെവലുകൾ. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ഒരു ഡൗൺവേർഡ് ഡയറക്ഷനാണ് പ്രൈസ് ആക്ഷൻ പ്രകാരം നിഫ്റ്റി കാണിക്കുന്നതെങ്കിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഉയരം ഒരു സ്റ്റോപ്പ് ലോസ് പോയിന്റ് ആയി വർക്ക് ചെയ്തുകൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അപ്പോൾ ലഭിച്ചേക്കാവുന്ന ടാർഗറ്റ് സോണുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായി സ്ക്രീനിൽ നിന്നും നിങ്ങൾക്കത് കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 22,342, 313, 272 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഡൗൺവേർഡ് ഡയറക്ഷൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ തിക്ക് ലൈനിൽ രേഖപ്പെടുത്തിയവ ഒരു സപ്പോർട്ട് സോണായി പ്രവർത്തിച്ചേക്കും എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്പോൾ ഡയറക്ഷൻ കാണിക്കുകയാണെങ്കിൽ അതുവരെ നൽകിയ ലോ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്പോഴ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാർക്കറ്റ് ഇത്രയും ഉയരത്തിൽ നിൽക്കുമ്പോൾ അത്ര പെട്ടെന്ന് ഡൗൺവേർഡ് സഞ്ചരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും നമ്മളുടെ ഒരു ട്രേഡിംഗ് പ്ലാൻ നമ്മൾക്ക് വേണമല്ലോ, അതുകൊണ്ടാണ് ഈ തരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പതിവ് പോലെ നമ്മുടെ റെഡ് ലൈൻ, ഗ്രീൻ ലൈൻ, ബ്ലാക്ക് ലൈൻ എന്നിവ ഞാൻ ചെറിയ സെഷൻ ആയിരുന്നു നടന്നത് എന്നതുകൊണ്ട് തന്നെ പ്രൈസിന് വലിയ ഒരു അപ്വേർഡ് ഡൗൺവേർഡ് മൂവ്മെന്റുകളൊന്നും ലഭിച്ചിട്ടില്ലാത്തതുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ നാളെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ എന്താണോ എൻ്റെ ഒരു ട്രേഡിംഗ് വ്യൂ, നാളെ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം എന്താണോ എനിക്ക് ലഭിക്കുന്ന ഒരു ട്രേഡിംഗ് വ്യൂ, അത് ഞാൻ ഷെയർ ചെയ്യാൻ പരമാവധി പരിശ്രമിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് നിഫ്റ്റി ബാങ്കിൽ എന്താണ് ഇന്നലെ സംഭവിച്ചതെന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയും ആകെ നൽകിയ മൂവ്മെന്റ് എന്ന് പറയുന്നത് 196 പോയിന്റിൻ്റെത് മാത്രമാണ്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകി അപ്വേർഡ് സഞ്ചരിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു ഡിക്ലൈൻ ആണ് 5 മിനിറ്റിൽ രേഖപ്പെടുത്തിയത്. ഒരു ബിയറിഷ് ക്യാൻഡിലാണ്. തുടർന്ന് പ്രൈസ് മൂവ് ചെയ്യാൻ ശ്രമിച്ചു എങ്കിലും അപ്വേർഡ് ഡയറക്ഷനിൽ ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് അതിനുശേഷം നൽകിയത്. ഒരു കൺസോളിഡേഷൻ മൂവ്മെന്റ് ആയിരുന്നു. അപ്പോൾ നാളത്തേക്കുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാനിൽ ഞാൻ പ്രധാന റെസിസ്റ്റൻസ് സോണായി കണക്കാക്കുക കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. അത് 47,441 എന്ന ലെവലാണ്. അതുപോലെ തന്നെ സപ്പോർട്ട് സോൺ ഈ ലെവലിൽ 47,184 എന്നാണ്. അപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് പ്രൈസ് ഏത് ഡയറക്ഷനാണോ നമുക്ക് നൽകുന്ന പ്രൈസ് ആക്ഷൻ പ്രകാരം എന്നതിനനുസരിച്ച് അതുവരെ നൽകിയ ഡേയ്സ് ലോ ഓർ ഈ ലെവൽ പ്രധാന സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്പോൾ ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ ലഭിച്ചേക്കാം എന്ന് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകളാണ് സ്ക്രീനിൽ മുകളിൽ രേഖപ്പെടുത്തി കാണുന്നത്. അവ 47,539, 47,663, 837, 944, 48,000 എന്നീ ലെവലുകളാണ്. എന്നാൽ പ്രൈസ് ആക്ഷൻ പ്രകാരം ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ഡൗൺവേർഡ് സഞ്ചരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡയറക്ഷനാണ് ഇൻഡിക്കേഷൻ തരുന്നതെങ്കിൽ ഈ ലെവൽ ഒരു സ്റ്റോപ്പ് ലോസ് ആയി വർക്ക് ചെയ്യാം. താഴോട്ട് ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന അപ്പോൾ ഡയറക്ഷനിൽ
ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡൗൺവേർഡ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നതെന്ന് ഫീൽ ചെയ്താൽ അതുവരെ നൽകിയ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി മാറ്റി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകളാണ് സ്ക്രീനിൽ കാണുന്നത്. അവ 47,061, 46,904, 46,772, 46,600 എന്നിങ്ങനെ ലഭിച്ചേക്കും എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ അവസ്ഥ. ഇത്രയും ചെറിയ കാര്യങ്ങളായതുകൊണ്ട് ഇന്ന് നമുക്ക് ടൈം ഉള്ളതുകൊണ്ട് സെൻസെക്സ് കൂടി എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കാം. കഴിഞ്ഞ ദിവസം സെൻസെക്സിലെ എങ്ങനെയായിരിക്കാം പ്രൈസ് മൂവ് ചെയ്തേക്കുന്നത്, അപ്വേർഡ് ഡയറക്ഷൻ എന്തായിരിക്കാം എന്നൊക്കെ നമ്മൾ വീഡിയോയിൽ ചേർത്തിരുന്നു. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ലെവലുകളെല്ലാം ഹിറ്റ് ചെയ്തതായിട്ടാണ് ഇന്നലെ ചാർട്ടിൽ കാണിച്ചിരുന്നത്. അതായത് 74,192 ലെവൽ വരെ ഒരുപക്ഷെ സെൻസെക്സ് അപ്വേർഡ് ഡയറക്ഷനിൽ ലഭിച്ചേക്കാം എന്നതായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. അത് ചാർട്ടിൽ കാണിക്കുന്നുണ്ടായിരുന്നു എങ്കിലും ഇന്ന് അത് ലഭ്യമല്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ചാർട്ട് എടുക്കുമ്പോൾ ലഭിക്കുന്നത് ഈ ലെവൽ വരെ മാത്രമാണ്. അതുകൊണ്ട് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്ന ഉയരമാണ് ഞാൻ പ്രധാന റെസിസ്റ്റൻസ് സോണായി കണക്കാക്കുന്നത്. അത് ഇവിടെ കാണുന്നത് ചാർട്ടിൽ ഇപ്പോൾ കാണാൻ കിട്ടുന്നത് 73,996 എന്ന ലെവലാണ്. പ്രധാന സപ്പോർട്ട് സോണായി ഞാൻ കണക്കാക്കുന്നത് 73,445, 73,500 എന്ന ലെവലാണ്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എന്ന് ഉള്ള ഇൻഡിക്കേഷനാണ് പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുന്നതെങ്കിൽ അതുവരെ നൽകിയ ഉയരം അവർ പ്രധാനമായും ഇന്നലത്തെ ഹൈ ആയ ഈ ലെവൽ 73,996, 74,000 എന്നത് സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. ലഭിച്ചേക്കാവുന്ന പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകളാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. എന്നാൽ ഈ ഏരിയ തീർച്ചയായും ഒരു സപ്പോർട്ട് സോണായി പ്രവർത്തിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ നിന്നും ഒരു ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ, അങ്ങനെ ഒരു കൺവിക്ഷൻ ലഭിക്കുകയാണെങ്കിൽ അതുവരെ നൽകിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ ഈ ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. ഇങ്ങനെയാണ് നിലവിൽ നാളത്തേക്ക് വേണ്ടിയുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. എന്നിരുന്നാലും നാളെ പ്രൈസ് മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം പ്രൈസ് അതിൻ്റെ ഒരു മൂവിങ് ഡയറക്ഷൻ തരുന്ന പക്ഷം, എനിക്കത് അങ്ങനെ ഒരു കൺവിക്ഷൻ ലഭിക്കുന്ന പക്ഷം തീർച്ചയായും സെൻസെക്സിൻ്റെയും എൻ്റെ ഒരു ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കും എന്നുള്ളത് നമ്മുടെ വാട്സപ്പ് ചാനൽ കൂടി ഷെയർ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാധ്യമാകുന്ന പക്ഷം ഞാനത് നൽകാൻ ശ്രമിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.